പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് സമാന്തര രാജാവായ ഹെറോദോസ് യേശുവിന്റെ കീർത്തിയെപ്പറ്റി കേട്ടിട്ട് തന്റെ സേവകന്മാരോട് പറഞ്ഞു, ഇവൻ സ്നാപകയോഹന്നാനാണ്. മരിച്ചവരിൽ നിന്നും ഇവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ശക്തി ഇവനിൽ പ്രവർത്തിക്കുന്നത്. ഹെറോദോസ് യോഹന്നാനെ ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടച്ചിരുന്നു. സ്വന്തം സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെറോദിയ നിമിത്തമാണ് അവൻ ഇത് ചെയ്തത്. എന്തെന്നാൽ യോഹന്നാൻ അവനോട് പറഞ്ഞിരുന്നു, അവളെ നീ സ്വന്തമാക്കുന്നത് നിയമാനുസൃതമല്ല. ഹെറോദോസിന് അവനെ വധിക്കണമെന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ ജനങ്ങളെ ഭയപ്പെട്ടു. എന്തെന്നാൽ അവർ യോഹന്നാനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു. ഹെറോദോസിന്റെ ജന്മദിനത്തിൽ ഹെറോദ്യായുടെ പുത്രി രാജസദസ്സിൽ നൃത്തം ചെയ്ത് അവനെ സന്തോഷിപ്പിച്ചു. തന്മൂലം അവൾ ചോദിക്കുന്നതെന്തും നൽകാമെന്ന് രാജാവ് അവളോട് ആണയിട്ട് വാഗ്ദാനം ചെയ്തു. അവൾ അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് പറഞ്ഞു, സ്നാപകയോഹന്നാന്റെ ശിരസ് ഒരു തളികയിൽ വച്ച് എനിക്ക് തരിക. രാജാവ് ദുഃഖിതനായി. എങ്കിലും തൻ്റെ ശബദത്തെയും അതിഥികളെയും പരിഗണിച്ച് അത് അവൾക്ക് നൽകാൻ അവൻ ആജ്ഞാപിച്ചു. അവൻ കാരാഗൃഹത്തിൽ ആളയച്ച് യോഹന്നാന്റെ തല വെട്ടിയെടുത്തു. അത് ഒരു തളികയിൽ വച്ച് പെൺകുട്ടിക്ക് നൽകി. അവൾ അത് അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവന്റെ ശിഷ്യന്മാർ ചെന്ന് മൃതശരീരമെടുത്ത് സംസ്കരിച്ചു. അനന്തരം അവർ യേശുവിനെ വിവരമറിയിച്ചു. ഈ വചനഭാഗത്തിൽ നിറയെ വ്യക്തികളെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാൻ നീതിക്ക് വേണ്ടി സംസാരിക്കുന്നു, ന്യായമായി സംസാരിക്കുന്നു. എന്നാൽ അതിഷ്ടപ്പെടാതെ വരുന്ന ഹെറോദോസ് തൻ്റെ തിന്മയിൽ തന്നെ ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സഹോദരന്റെ ഭാര്യയായ ഹെറോദിയോടൊപ്പം ജീവിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഹെറോദ്യ അതറിയുമ്പോൾ അവനിൽ അമർഷം തോന്നുന്നു. കാരാഗൃഹത്തിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ നിരപരാധിയായ യോഹന്നാൻ സത്യത്തിനു വേണ്ടി കാരാഗൃഹവാസം അനുഭവിക്കുന്നു. ഹെറോദോസിന്റെ ജന്മദിനത്തിൽ ഹെറോദോസിനെയും സദസ്സിലുള്ളവരെയും സന്തോഷിപ്പിച്ച സലോമി ആ തക്കം നോക്കി, ആ അവസരം നോക്കി പെരുമാറുകയാണ്. രാജാവിന്റെ വാഗ്ദാനം അനുസരിച്ച് എന്ത് വേണമെങ്കിലും കൊടുക്കാമെന്നുള്ള ആ വാഗ്ദാനം അനുസരിച്ച് അമ്മയോട് ചെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അമ്മ യോഹന്നാനോട് ആ ദേഷ്യവും അമർഷവും തീർക്കുന്നതിന് വേണ്ടി യോഹന്നാന്റെ തല തന്നെ ചോദിക്കുന്നുണ്ട്. യോഹന്നാനെ കൊല്ലുന്നതിന് തന്നെ അവളുടെ മനസ്സിൽ തീരുമാനിക്കുന്നു. അവളുടെ വാ കൊണ്ട് സംസാരിക്കുന്നു. അങ്ങനെ ആ പ്രവർത്തനം നടക്കുന്നുണ്ട്. നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ആ മകളെയും മകളുടെ ശരിയാണോ തെറ്റാണോ അമ്മ പറയുന്നതെന്ന് ചിന്തിക്കുവാനും പോലും സാധിക്കാത്ത ആ മകൾ, അമ്മയുടെ തിന്മയ്ക്ക് കൂട്ടുനിൽക്കുന്ന ആ മകൾ, അമ്മയുടെ സന്തോഷത്തിൽ തിന്മയുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്ന മകൾ. രാജാവ് ആയ ഹെറോദോസ് യോഹന്നാൻ പ്രവാചകനെന്ന് അറിഞ്ഞിട്ട് പോലും അദ്ദേഹത്തെ കൊലപ്പെടുത്തുവാനായിട്ട്, അദ്ദേഹത്തിന്റെ വാക്ക് പാലിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നമ്മൾക്ക് ജീവിക്കാം. തിന്മയെ വെടിഞ്ഞുകൊണ്ട് നന്മയെ മുറുകെ പിടിക്കാം. സത്യത്തിന് വേണ്ടി നിലനിൽക്കാം. അങ്ങനെയാകുമ്പോൾ സ്വർഗം സന്തോഷിക്കും. അതിനായിട്ടുള്ള കൃപാപരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.